എൻ്റെ ഓരോ അനുഭവങ്ങളും ഞാൻ എൻ്റെ അമ്മയോട് സങ്കടങ്ങൾ പറഞ്ഞു. എനിക്കൊരു വീടില്ല, വീട് മൊത്തം പോയി കിടക്കുക, ചോർന്നൊലിച്ചെല്ലാം നഷ്ടപ്പെട്ട്. എൻ്റെ മകനുണ്ട്, അവൻ എൻ്റെ വീടൊന്നും നോക്കത്തില്ല. അപ്പോൾ എനിക്കൊന്ന് തോന്നി, പഞ്ചായത്തിലൊന്ന് പറഞ്ഞാൽ എന്നാ വീടിന് കിട്ടുമല്ലോ എന്നും കണ്ട് പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് അതിനെന്നാ തരാമെന്ന് പറഞ്ഞ് വീടിന് സാക്ഷിനായി കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞു, ആ വീട് നമുക്ക് വേണ്ട, നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വീടേ വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ ഓർത്തിരുന്നപ്പോൾ ഞാൻ ഓർത്ത്, ഇത് പറ്റത്തില്ല, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ എവിടെ പോകും എന്നിങ്ങനെ കണ്ട് ഞാൻ പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു, നിങ്ങൾക്ക് വീടിന് അനുവദിച്ചത് ഇതുപോലെ നഷ്ടപ്പെട്ട് വേറൊരാൾക്ക് കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് വന്ന് എൻ്റെ അമ്മയുടെ പത്രം എടുത്ത് എനിക്ക് ബുക്ക് കൊണ്ട് ആ പുസ്തകത്തിൽ പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ ഈശോയും അമ്മേ, എനിക്ക് കയറിക്കിടക്കാനൊരു സ്ഥലം എനിക്ക് തരണേ, എനിക്ക് ഒന്നുമേ ഇല്ല, ആരുമില്ല എന്നെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് അവിടുന്ന് പിറ്റേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ മെമ്പർ വന്ന് പറഞ്ഞ്, അമ്മയ്ക്ക് വീട് അനുവദിച്ചിട്ടുണ്ട്, അമ്മ വന്ന് അതിന് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവിടുന്ന് ചെന്ന് എൻ്റെ വീടിനെ അനുവദിച്ച് ഞാൻ അമ്മയെ ആ അനുവദിച്ച ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ അമ്മയ്ക്ക് വെച്ച് ആ 3 മാസം കൊണ്ട് എൻ്റെ വീടിൻ്റെ പണി എൻ്റെ ഈശോയും എൻ്റെ അമ്മമാതാവും കെട്ടിത്തറപൊക്കി 4 ലക്ഷം രൂപയിലെ ഒരു പൈസ പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു. വാർപ്പ് നിരപ്പ് അതെല്ലാ സാധനവും നമ്മൾ ഇച്ചിരി മലയുടെ മണ്ടയ്ക്കാണ് താമസിക്കുന്നത്, അത് ബാക്കിയുള്ള പണിയൊന്നും ചെയ്യാൻ എൻ്റെ പൈസ ഇല്ല. അപ്പോൾ എൻ്റെ ഭർത്താവിന് രോഗശയ്യയിലായി 2 പ്രാവശ്യം വീണ് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടുന്ന് ഞാൻ അദ്ദേഹത്തെയും കൊണ്ട് പോയി അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് എൻ്റെ മകൾ തിരുവല്ലയില്ല, ഞങ്ങൾ അവിടെ വന്ന് വീട്ടിൽ വെച്ച്. അപ്പോൾ ഈ ഷെഡിനകത്ത് കൊണ്ട് അദ്ദേഹത്തെ കിടത്താൻ പറ്റത്തില്ല. ഞാൻ ആ ഷെഡിനകത്ത് കിടക്കുന്ന വെള്ളമെല്ലാം ഒലിച്ച് കയറും. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ അവിടെ നിന്ന് എനിക്ക് തന്ന ഭവനത്തിൽ നിന്ന് ബാക്കി പണിയെല്ലാം കിടക്കുക, വാർത്തിട്ടതേ ഉള്ളൂ. ഞാൻ അവിടെ നിന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞു, എൻ്റെ പരിശുദ്ധ അമ്മേ, എനിക്ക് യാതൊരു നിവൃത്തിയില്ലേ, എൻ്റെ വീടിൻ്റെ പണി എനിക്ക് പൂർത്തീകരിക്കാൻ എനിക്കൊരു പൈസ പോലും ഇല്ലേ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയോട് സങ്കടപ്പെട്ട് കഴിഞ്ഞ് ഞാൻ ബാങ്കിൽ ചെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ അവിടെ കടമുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി പൈസ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എത്ര രൂപ വേണം നിങ്ങൾ അടയ്ക്കാനുണ്ടല്ലോ? ഞാൻ പറഞ്ഞു, ഞാൻ അടച്ചോളാം, കുറേശ്ശെ ഞാൻ അടച്ചോളാം. അപ്പോൾ പറഞ്ഞു, ശരി തരാമെന്നും പറഞ്ഞാൽ 2 ലക്ഷം രൂപയും കൊണ്ടുവന്ന് ബാക്കിയുള്ള പണി പൂർത്തീകരിച്ചു. എൻ്റെ മാതാവ് ഈശോയും എനിക്ക് ഇത്രയേറെ നന്ദി തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി, എത്ര സ്തുതിച്ചാലും മതി വരില്ല. ഞാനിന്ന് അതിനകത്താണ് താമസിക്കുന്നത്.